1971 ശേഷം ആദ്യമായി ഇന്ത്യയിൽ സൈന്യം ഇടപെട്ട് മോക്ക് ഡ്രിൽ, സൈന്യവും ഗവൺമെൻറ്റും ഇടപെട്ട് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നു. ആലോചിക്കൂ, യുദ്ധം ആസന്നമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മോക്ക് ഡ്രില്ലുകൾ. അതായത് യുദ്ധം എന്ന് പറയുന്നത് സൈനികർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് കരുതുമ്പോഴും അഫക്റ്റഡ് ആകുന്നത് സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ഈ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള സാധാരണക്കാരായ ആളുകളാണ്. നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, വാസസ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങളോട് അടുത്തുള്ള ഏരിയകളിൽ, റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒരുപക്ഷെ മിസൈലുകൾ വന്ന് പതിച്ചേക്കാം. അപ്പം രാസ ആയുധ പ്രയോഗമോ ജൈവായുധ പ്രയോഗമോ അല്ലെങ്കിൽ ഈവൻ ന്യൂക്ലിയർ വാർ പോലും. അപ്പം ന്യൂക്ലിയർ വാറിനൊന്നും ആ രീതിയിലുള്ള പ്രതിരോധം ഒരുക്കാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും പരമ്പരാഗതമായ ഈ ഒരു യുദ്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ വേണം. അതുകൊണ്ടാണ് സിവിലിയൻസിനെ ഒരു മാസ് സ്ട്രക്ചർ, നമ്മൾ 142 കോടി ആളുകളാണെന്ന് ഓർക്കണം, ഇത്രയും പേരെ ട്രെയിൻ ചെയ്ത് യുദ്ധത്തിന് സജ്ജരാക്കുക. അത് യുദ്ധം സമയത്ത് ചെയ്യേണ്ട ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യേണ്ട കാര്യങ്ങൾ, അരുതാത്ത കാര്യങ്ങൾ, ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു മാസീവ് എക്സസൈസ്, അതിലേക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കടന്നിട്ടുള്ളത്. കൃത്യം പറഞ്ഞാൽ, ഡേറ്റ് പറഞ്ഞാൽ 7th May 2025. ആ ദിവസം, അതായത് ഉടനെ തന്നെ ഈ മോക്ക് ഡ്രില്ല് ആരംഭിക്കുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ആ ഡ്രില്ലിൻ്റെ, കാരണം അതിർത്തി സംസ്ഥാനങ്ങൾ ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, അതിനോട് ചേർന്ന് കിടക്കുന്ന ഹിമാചൽ പ്രദേശിലും മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടു. അതുപോലെ ഹരിയാന തൊട്ട അയൽവക്കമല്ല എങ്കിൽ പോലും അതെല്ലാം പ്രശ്നകലുഷിതമാകാൻ സാധ്യതയുള്ള, യുദ്ധം വന്നാൽ അഫക്റ്റഡ് ആകാൻ സാധ്യതയുള്ള മേഖലയാണ്. രാജസ്ഥാൻ ദീർഘമായ അതിർത്തിയുണ്ട്, ഗുജറാത്ത്, ഇതെല്ലാം തന്നെ അതിർത്തി, പാകിസ്ഥാനുമായി അതിർത്തി ഉള്ള സംസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ ബംഗാൾ സംസ്ഥാനം, വടക്കിഴക്കൻ സംസ്ഥാനമൊക്കെ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കിഴക്കൻ അതിർത്തിയിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട അതിർത്തിയും നമ്മൾ സുരക്ഷിതമായി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ്. കേരളത്തിന് അതിർത്തിയില്ല എങ്കിൽ പോലും കേരളത്തിൽ നാവികമായ ആക്രമണം കേരളത്തിന് നേരെയും ഉണ്ടായാൽ അത്ഭുതപ്പെടാനാവില്ല. കാരണം നമുക്ക് തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നമ്മുടെ തീര പ്രദേശത്തുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള സൈനിക അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെയും, അപ്പോൾ സ്ട്രാറ്റജിക് ടാർഗറ്റ്സിനെതിരെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം, ഉണ്ടാവും എന്നതിന് യാതൊരു സൂചനയുമില്ല, ആ സ്കെയിലിലുള്ള യുദ്ധം ഉണ്ടാവുമെന്ന് സൂചനയില്ല. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. അതിൻ്റെ ഭാഗമായി നമ്പർ 1, എയർ അലേർട്ട് സൈറൺ. അപ്പം ഏതെങ്കിലും ഒരു ഏറിയൽ ഒബ്ജക്റ്റ് ആകാശത്ത് കടന്നു വന്നാൽ, അത് വിമാനങ്ങളാകാം, മിസൈലുകളാകാം, മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുകളുടെ സാന്നിധ്യം റഡാറുകളിൽ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏറിയൽ ഒരു അലേർട്ട് സിസ്റ്റം സൈറനുകളുടെ രൂപത്തിൽ മുഴങ്ങും. അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ വളരെ പരിചിതമാണ് ആൾക്ക്. കാരണം 2ാം ലോകമഹായുദ്ധകാലത്തൊക്കെ വ്യാപകമായി വന്നു. അതിനുശേഷവും ഇടയ്ക്കിടയ്ക്ക് എയർ സൈറൻ സിഗ്നലുകൾ, അതൊരു ട്രെയിനിങ് മോക്ക് ഡ്രില്ലിൻ്റെ രൂപത്തിലുണ്ട്. ഇസ്രായേലിൽ അത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? നമുക്കറിയാമല്ലോ, ഇസ്രായേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നതല്ലേ. അതുകൊണ്ട് പക്ഷേ ഇന്ത്യയിൽ അത് പരിചിതമല്ല, പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. കേരളത്തിൽ ഒരിടത്തും ബങ്കറുകളില്ല എന്നതാണ് വാസ്തവം. കാരണം ആ രീതിയിൽ നമ്മൾ ആക്രമണം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ബങ്കറുകളില്ല എങ്കിൽ പോലും സുരക്ഷിതമായ സങ്കേതങ്ങളിലേക്ക് പൊതുസ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ ഇൻസ്ട്രക്ഷൻ പാലിക്കുക. 3, തന്ത്രപ്രധാനമായ ഒബ്ജക്റ്റുകൾ, ആക്രമണ വിധേയമാകും എന്ന് കരുതുന്ന ചില ഒബ്ജക്റ്റുകൾ, അത് ക്യാമഫ്ലാഷ് ചെയ്യാൻ കരുതുക. അത് ആ ക്യാമഫ്ലാഷ് ചെയ്യുക, അതൊന്ന് മറയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒന്ന് ശത്രുവിൻ്റെ ഗ്ലെയറിൽ നിന്നും മാറ്റി നിർത്താനുള്ള തന്ത്രപരമായ പ്രയോഗങ്ങളാണ്. 4മത്തേത് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്, ജനം പാനിക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതലയാണ്. പാനിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുസ്ഥലത്ത്, ഒരു മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായി, പെട്ടെന്ന് തന്നെ സ്റ്റാമ്പീഡ് ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി മെതിച്ച ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വലിയ തോതിലുള്ള കലാമിറ്റീസ് ഉണ്ടാകും. ഒരു ബോംബും ചിലപ്പോൾ വീണെന്നിരിക്കില്ല. ഒരു സൈറൺ കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ ജനം പരിഭ്രാന്തരായി 4 പാടും ചിതറി ഓടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വാഭാവികമായ ആ ഒരു പരിക്കുകൾ ഒഴിവാക്കണമെങ്കിൽ പ്രത്യേക ട്രെയിനിങ് വേണം. ഒരു എയർ സൈറൺ വന്നു കഴിഞ്ഞാൽ, അലേർട്ട് വന്നു കഴിഞ്ഞാൽ
എങ്ങനെയാണ്. അതുപോലെ തന്നെ മൊബൈൽ അലേർട്ടുകൾ അവരുടെ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ ഒരു ഇമെയിലിലേക്കും മൊബൈലിലേക്കും ഒക്കെ തന്നെ ഈ അലേർട്ടുകൾ വരുന്നത് സ്വീകരിക്കാൻ തക്ക ഒരു രീതിയിലുള്ള റിസപ്റ്റിവിറ്റി സംവിധാനങ്ങൾ ഉണ്ടാകണം. സിവിൽ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റഡ് ആകണം. അപ്പോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ മുൻപ് ഇതുപോലെയുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സൈനിക ആക്രമണം കേരളത്തിന് നേരെ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ എംഡൻ എന്ന് പറയുന്ന ജർമ്മൻ കപ്പൽ വന്നതിനെക്കുറിച്ച് മാത്രമാണ് ഏക ഒരു കാര്യം. അതിനു മുമ്പൊക്കെയുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ പ്രാദേശികമായി കൊളോണിയൽ യുദ്ധങ്ങൾക്ക് മുമ്പുള്ള കാലത്തെ യുദ്ധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൊളോണിയൽ കാലത്തൊന്നും കാര്യമായ ലോകമഹായുദ്ധത്തിലേക്ക് നേരിട്ട് വലിച്ചഴക്കപ്പെടാത്ത ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ടാണ് പ്രത്യേകമായ ശ്രദ്ധ ഇതിന് ആവശ്യമായി വരുന്നത്. ഇനി നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്താണ്? ഈ മോക്ക് ഡ്രില്ലുകളൊക്കെ ഒരു വശത്ത്, മറുവശത്തെ തയ്യാറെടുപ്പുകൾ അതിർത്തിയിലേക്ക് കണ്ണോടിച്ചാൽ അതിർത്തിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മാധ്യമങ്ങൾ, ഗ്ലോബൽ മീഡിയ, നാഷണൽ മീഡിയ തരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എയർ ചീഫ് മാർഷൽ AP സിംഗ് മെറ്റ് നരേന്ദ്രമോദി. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം നരേന്ദ്രമോദിയുമായി നേരിട്ട് സംസാരം നടത്തി. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എയർ പ്രിപ്പയർഡ്നെസ്. ഇത് ആദ്യ സംസാരമല്ലെന്ന് ഓർക്കണം. 3 സേനാ മേധാവികളെയും വിളിച്ച് 3 ദിവസം മുമ്പ് വിശദമായ ബ്രീഫിംഗ് കൊടുത്തതാണ്. അവർക്ക് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു, അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള അനുവാദം കൊടുത്തു. ഇപ്പോൾ ഫൈനൽ റൗണ്ടാണ്. ഒരു പക്ഷേ ആക്രമണം ഇമിനൻ്റ് ആണ് എന്നതിൻ്റെ സൂചനയാണ് ആ ഒരു സന്ദർശനം. അപ്പം അതിനുശേഷം ഒരു പ്രസ് റിലീസ് ഉണ്ടായില്ല. എക്സ്ട്രീംലി സെക്രട്ടീവായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഓർക്കണം. അപ്പം എയർ പെട്രോളിംഗ് ഇൻ ദ ബോർഡർ ഇൻറ്റൻസിഫൈഡ്. അതായത് എയർ പെട്രോളിംഗ്, പ്രത്യേകിച്ച് എയർ എന്താ പറയുക, ഒരു എക്സസൈസസ് അത് വലിയ തോതിൽ നടക്കുന്നു. അത് പാകിസ്ഥാനെ പേടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം, നമ്മുടെ ജനത്തിനൊരു സംരക്ഷണം എന്ന നിലയിലാകാം, നമ്മുടെ തയ്യാറെടുപ്പുകൾ ലോകത്തിന് മുമ്പിൽ ബോധ്യമാകുന്നതിൻ്റെ രൂപത്തിലാകാം. ഇതിൽ റഫാൽ വിമാനങ്ങളുടെ ഒരു പ്രഹരശേഷിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കാര്യമായ ഒരു വിശകലനം ഉണ്ടായി. അതുകൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. ഇതിൽ നിന്നും റഫാൽ നമുക്കറിയാമല്ലോ വലിയ വിവാദ വിഷയമാണ്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു കണ്ടിൻജൻറ്റ്, ഇപ്പോൾ പുതിയൊരു കണ്ടിൻജൻറ്റ് നമ്മൾ 26 വിമാനങ്ങൾക്ക് കൂടെ ഓർഡർ കൊടുത്തു. മുൻപ് വന്ന 36ഓളം വിമാനങ്ങൾ ഓൾറെഡി പല ബാച്ചുകളായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ സ്ക്വാഡ്രണുകളായി മാറി വ്യാപകമായി ഉപയോഗിക്കപ്പെടാനുള്ള റഫാലിൻ്റെ പ്രഹരശേഷി ആദ്യം ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. റഫാലിൽ നിന്ന് 3 തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളാണ് റഫാൽ എന്ന വിമാനത്തിൽ നിന്ന് കൊടുക്കാവുന്നത്. ഒന്ന് സ്കാൽപ്പ് മിസൈൽ. സ്കാൽപ്പ് മിസൈൽ എന്ന് പറയുന്നത് 450 കിലോഗ്രാം പോർമുന, അതായത് വാർഹെഡ് വഹിക്കാൻ കപ്പാസിറ്റിയുള്ള ഏതാണ്ട് 300 കിലോമീറ്റർ ആകാശത്തിൽ കൂടെ സഞ്ചരിച്ച് എയർ ടു ഗ്രൗണ്ട് മിസൈൽ സിസ്റ്റമാണ്. അതിനർത്ഥം ഇന്ത്യക്കുള്ളിലൂടെ പറന്ന് മിസൈലുകൾ പായിച്ചാൽ പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ 300 കിലോമീറ്റർ അകലെ വരെ വീഴാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള വിമാനമാണ് റഫാൽ എന്നോർക്കുമ്പോൾ അപ്പോൾ ആ പ്രഹരശേഷി ഒന്ന് ആലോചിക്കൂ. അതുകൊണ്ട് അപ്പോൾ എയർ ടു ഗ്രൗണ്ട് ഓപ്പറേഷൻസിൻ്റെ കുന്തമുനയാകാൻ പോവുകയാണ് റഫാൽ. അതേപോലെ തന്നെ എയർ ടു എയർ ഡിഫൻസും ഒഫൻസ് ആൻഡ് ഡിഫൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി റഫാൽ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് മിറ്റിയോർ മിസൈൽസ്. മിറ്റിയോർ, ഉൽക്ക എന്ന രൂപത്തിൽ, അത് ആകാശത്തൂടെ പോകുന്ന ഒബ്ജക്റ്റാണ്. ശത്രു വിമാനത്തിന് നേരെ അല്ലെങ്കിൽ ഏറിയൽ ഒബ്ജക്റ്റ് 120 മുതൽ 150 കിലോമീറ്റർ വരെ അകലത്തിൽ പറക്കുന്ന ഏറിയൽ ഒബ്ജക്റ്റിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന മിറ്റിയോർ എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം റഫാലിൽ വിന്യസിക്കുന്നു. അപ്പം എയർ ടു എയർ മിസൈൽ സംവിധാനമാണ്. അപ്പം അതും ഇന്ത്യക്കുള്ളിലൂടെ പറന്നു പോലും പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ എയർ സ്പേസ് വയലേറ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള വിമാനങ്ങളെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രഹരശേഷിയുണ്ട് ഈ പറയുന്ന മിറ്റിയോർ മിസൈലിന്. അതുപോലെ തന്നെ ഹാമർ മറ്റൊരു തരം മിസൈലാണ്. ബോംബിട കഴിയുന്ന രീതിയിലുള്ള മിസൈൽ സിസ്റ്റമാണ് ഹാമർ മിസൈലുകൾ. ഇതെല്ലാം തന്നെ റഫാലിൽ വിന്യസിച്ചിരിക്കുന്നു. റഫാൽ മാത്രമല്ല, നമ്മുടെ ആയുധമെന്ന് ഓർക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാനമെന്ന് പറയുന്നത് സുഖോയ് ആണ്. സുഖോയ് MKI-30 ഇന്ത്യയും റഷ്യയും ജോയിൻ്റായിട്ട് വികസിപ്പിക്കുന്നതാണ്. റഷ്യൻ ടെക്നോളജി പ്രധാനമായും ഉപയോഗിക്കുന്ന വിമാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രഹരശേഷിയുള്ള വിമാനം. പരമ്പരാഗതമായി കൈവശമുള്ള MiG-29 വിമാനങ്ങളുണ്ട്. റഷ്യൻ നിർമ്മിതമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇപ്പോൾ അനുമതി ഉണ്ട് എന്നോർക്കണം. അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നും വാങ്ങിയ ജാഗ്വാർ വിമാനങ്ങളുടെ ഫ്ലീറ്റുകളുണ്ട്. അതുപോലെ ഫ്രാൻസിൽ നിന്നുള്ള മിറാഷ് വിമാനങ്ങൾ, മിറാഷ് പെട്ടെന്ന് റഡാറുകളിൽ പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ്. അതോടൊപ്പം തന്നെ തേജസ് എന്ന
എയർക്രാഫ്റ്റ്, ഇന്ത്യ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന രീതിയിൽ തദ്ദേശീയമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനങ്ങൾ ഉണ്ട്. ഒരുപാട് തരം ഈ അനുബന്ധ വിമാനങ്ങളും നമുക്കുണ്ട്. അഭിമാനമായി അനുബന്ധ വിമാനങ്ങളുണ്ടെന്ന് ഓർക്കണം. C-17 ഗ്ലോബ് മാസ്റ്റർ ഉണ്ട്, C-130 സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ചരക്ക് വിമാനങ്ങളാണ്. വലിയ തോതിൽ ഈ സൈനികരെയും ചരക്കും ഒക്കെ അതിർത്തിയിലേക്കും യുദ്ധരംഗത്തേക്കും വിന്യസിക്കണമെങ്കിൽ ആ വിമാനങ്ങൾ റെഡിയാണ്. ഹെലികോപ്റ്ററുകളുടെ വലിയ വിപുലമായ ശേഖരങ്ങളുണ്ട്. എല്ലാ പേരുകളും ഞാൻ സൂചിപ്പിക്കുന്നില്ല, അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ സംസാരിച്ച കഴിഞ്ഞ കാര്യമാണ്. അത് വളരെ വലിയ എയർ പ്രിപ്പയർഡ്നെസ് ആണ് സൈനിക മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളത് ഓർക്കണം. ഇപ്പം നേവൽ ബിൽഡപ്പ് കൂടി നമുക്ക് പരിഗണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നേവൽ ബിൽഡപ്പിൽ അതേസമയം തന്നെ വ്യത്യസ്തമായൊരു കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായൊരു കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് ഇന്ത്യയുടെ നാവികസേനയുടെ തലവൻ. അദ്ദേഹവും പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് നാവിക ഒരുക്കങ്ങൾ കംപ്ലീറ്റ്ലി ധരിപ്പിച്ചു. വടക്കൻ അറേബ്യൻ സീ മേഖല വലിയ തോതിലുള്ള നേവൽ എക്സസൈസിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ ദിവസം. അതേക്കുറിച്ചും നേരത്തെ തന്നെ സംസാരിച്ചതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ ഒരുക്കങ്ങൾ ഫൈനൽ റൗണ്ട്. അപ്പം വാട്ടർ ഫ്ലീറ്റ് വലിയ തോതിൽ സജ്ജമാണ്. വെസ്റ്റേൺ ഒരു ഫ്ലീറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ കടലുകൾ, അതായത് അറബിക്കടലാണ്, അറബിക്കടൽ മേഖലയിലെ പൂർണ്ണമായ സുരക്ഷ ഇന്ത്യ ഒരുക്കി കഴിഞ്ഞു. നമ്മുടെ ഷിപ്സ് ബാറ്റിൽ വർത്തി ആണ് എന്ന റിപ്പോർട്ടാണ് നാവികസേന മേധാവി കൊടുത്തിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ്റെ കപ്പലുകളെക്കുറിച്ച് ആ ഒരു ഇതില്ല. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ INS വിക്രാന്തും INS വിക്രമാദിത്യയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ന്യൂക്ലിയർ സബ്മറൈൻസ് ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് നാവികമായി നമുക്ക് ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് ചർച്ചകളിൽ പ്രധാനപ്പെട്ട നിൽക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ എയർഫോഴ്സിലാണ് പലരും ശ്രദ്ധിക്കുന്നത്, ആകാശങ്ങളിലാണ് യുദ്ധം ജയിക്കുന്നത് എന്ന് പറയുമ്പോഴും, ആകാശങ്ങളെന്ന് പറയുമ്പോൾ പൂർണ്ണമായി കരയിൽ നിന്ന് പോകുന്ന വിമാനങ്ങൾ മാത്രമല്ല ആകാശങ്ങൾ വാഴുന്നത്. കടലിൽ നിന്നും പറന്നുയരുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ആകാശങ്ങൾ വാഴാൻ കഴിയും. അത് സമുദ്രാധിപത്യമാണ്. എല്ലാ കാലത്തും സമുദ്രാധിപത്യം ആർക്കുണ്ടോ അവർക്ക് യുദ്ധം വിജയിക്കാൻ കഴിയും. ഇത് പരമ്പരാഗതമായ പ്രിൻസിപ്പിളാണ്. ഇപ്പോഴും അത് റെലവൻ്റാണ്. പാകിസ്ഥാനേക്കാൾ ബഹുഘാതം മുമ്പിലാണ് ഇന്ത്യ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും ജലം ഒരു വലിയ വിഷയമായി നിൽക്കുന്നു. ജലബോംബാണ്. നദീജല കരാറിൻ്റെ ഒരു പിന്നോട്ട് പോക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ നടപടിയെടുത്തു തുടങ്ങി. ഇത് ചെയ്യുമെന്ന് പറയുകയല്ല, പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കുമെന്ന് പറയുകയല്ല, മുട്ടിച്ചു തുടങ്ങി. അതിനുള്ള 2-3 തെളിവുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഇത് നിർത്താൻ പോവുകയാണ്. ഒന്ന്, ബഗ്ലിഹാർ അണക്കെട്ട്. അത് ചെനാബ് നദിയിലെ ഒരു അണക്കെട്ടാണ്. ആ അണക്കെട്ട് ഷട്ടറുകൾ ഏതാണ്ട് പൂർണ്ണമായി താഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. അത് കുറഞ്ഞിരിക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ട് സിസ്റ്റത്തിലെ സിൽട്ട് മുഴുവൻ, അതായത് ഈ റെസിഡ്യൂ അല്ലെങ്കിൽ ചെളി, മണ്ണ്, കല്ല്, അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, ഇതെല്ലാം അടിത്തട്ടിൽ നിന്നും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു തന്ത്രമാണ്. വേണ്ടി വന്നാൽ അത് തുറന്നു വിടും. അത് വലിയ വലിയ വെള്ളപ്പൊക്കമാകും, പ്രളയമാകും അതിർത്തിക്കപ്പുറത്ത്. പക്ഷേ ഇത് കുറച്ച് ഭാഗം കൂടി ഇന്ത്യയുടെ പ്രദേശത്തുകൂടി ഒഴുകേണ്ടത് കൊണ്ട് ആ രീതിയിൽ ഇന്ത്യ ചെയ്യുമെന്ന് കരുതാനാവില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഖരീഫ് ക്രോപ്സിനെ വലിയ തോതിൽ ബാധിക്കാൻ 27% ഖരീഫ് ക്രോപ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നദികളിലെ ജലവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഖരീഫ് ക്രോപ്സിൽ 7% വരെ കുറവ്, ഇനി വരാൻ പോകുന്ന വിളവാണ് ഖരീഫ് വിളവ്, അതിൽ 7% വരെ കുറവ് പ്രതീക്ഷിക്കുന്നു. 27% വരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ വാട്ടർ ഷോർട്ടേജിൻ്റെ 27% വാട്ടർ ഷോർട്ടേജാണ് ഈ ഇന്ത്യ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു നമ്പറായി പൊതുവെ കാണിക്കുന്നത്. മറ്റൊരു നദി അതുപോലെ കിഷൻ ഗംഗ നദിയിലെ, അത് ജലം നദിയിലെ അണക്കെട്ടാണ് കിഷൻ ഗംഗ അണക്കെട്ടും അടയ്ക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അടുത്ത മണിക്കൂറുകളിൽ ആ തീരുമാനവും വെളിയിൽ വരും. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു പാനിക് സിറ്റുവേഷനിലാണ്. അപ്പോൾ തന്ത്രം എന്താണ്? ഇങ്ങനെ പോയി പാകിസ്ഥാൻ സമ്മർദ്ദത്തിലകപ്പെട്ട് ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഇന്ത്യ തിരിച്ചടി എന്നല്ല, അതിനു മുൻപ് തന്നെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു അബദ്ധ ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തുകയോ അണക്കെട്ടുകളെ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്താൽ
തീർച്ചയായും ഇന്ത്യക്ക് രണ്ടും കൽപ്പിച്ച് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പൂർണ്ണമായി പാകിസ്ഥാനെ തകർക്കാൻ കഴിയും. അതിനുള്ള മോറൽ ഗ്രൗണ്ടായി കഴിയും. അപ്പോൾ ഒരുപക്ഷെ അതാണോ സ്ട്രാറ്റജി എന്നും അറിയാനാവില്ല. കാരണം ഇപ്പം നമ്മുടെ സ്ട്രാറ്റജി, മിലിറ്ററി മനസ്സിലുള്ള സ്ട്രാറ്റജിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറയാനാവില്ല. അത് മാത്രമല്ല, ശത്രുവിൻ്റെ ഭാഗത്ത് നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ചും നമുക്ക് ഊഹിക്കാനേ പറ്റൂ. അതുകൊണ്ടാണ് നയതന്ത്ര നീക്കങ്ങൾ, വെള്ളവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ മോക്ക് ഡ്രിൽ, രാജ്യത്തെ മുഴുവൻ 71 യുദ്ധത്തിന് ശേഷം രാജ്യത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്തുന്ന യുദ്ധത്തിനു വേണ്ടി മാനസികവും ഭൗതികവുമായി തയ്യാറെടുക്കുന്ന ബൃഹത് എക്സസൈസാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്ക് ആ എക്സസൈസുകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്, കടന്നു പോകാം. രാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിടും. ഏത് പ്രതിസന്ധിയും നേരിടാമെന്ന ഓരോ ഇന്ത്യക്കാരനും പ്രതിജ്ഞ ചെയ്യേണ്ട സമയവുമാണ്.